ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും ഒരേപോലെ പ്രൊഡക്റ്റീവ് ആകണം എന്നൊന്നുമില്ലല്ലോ. ചില ദിവസങ്ങളിൽ നല്ല ഉത്സാഹത്തോടെയൊക്കെ എണീക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ വീട് വൃത്തിയാക്കാനും അടുക്കളയിൽ പോകാനും എന്തിനൊരു ചെറിയ ജോലി ചെയ്യാൻ പോലും നമുക്ക് ഒരു രീതിയിലും മോട്ടിവേഷൻ ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പം എങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ഒരു ദിവസം മാനേജ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മുൻപ് ഞാനൊരു വലിയൊരു തെറ്റ് ചെയ്യുമായിരുന്നേ. മോട്ടിവേഷൻ വരുമ്പോൾ മാത്രം ജോലി ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, മോട്ടിവേഷൻ വന്നിട്ടല്ല പല കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ ചെറിയൊരു കാര്യം തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കൂടെയാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വീട് മുഴുവൻ വൃത്തിയാക്കണം അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. പകരം ഓരോ ചെറിയ ചെറിയ ജോലികൾ മാത്രം ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡ് സെറ്റാക്കുക, പിന്നെ ആദ്യം തന്നെ രാവിലെ ഒരു ചെറിയൊരു ബാച്ച് തുണി വാഷ് ചെയ്യാനിടുക, കിച്ചൺ കൗണ്ടറൊക്കെ ഒന്ന് തുടച്ചിടുക, സിങ്ക് എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ള ജോലികളും ചെയ്യാൻ തോന്നുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. ലഞ്ചിന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ബീഫ് പിസ്സയാണ്. അപ്പോൾ ഇതുപോലെ മോട്ടിവേഷനൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അതിൽ നിന്നും ഒരു ചെറിയൊരു സന്തോഷമൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആകണം അങ്ങനെയൊന്നുമല്ല. വീട്ടിലുള്ളവർക്കും നമുക്കും സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും അതുപോലൊരു ചെറിയൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും മടിയുള്ള ദിവസമൊക്കെയാണ് ഇതുപോലെ പിസ്സയൊക്കെ റെഡിയാക്കുന്നത്, അത് എന്തോരം മെനക്കേടാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും. സാധാ ചോറും കറിയും വെക്കണതിൻ്റെ പകുതി സമയം മതി ഒരു പിസ്സ റെഡിയാക്കാൻ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേലും ടേസ്റ്റും കൂടുതലാണ്, പിന്നെ ഹെൽത്തിയുമായിരിക്കും. കാരണം നമ്മൾ ഇതിലോട്ട് എന്ത് ചേർക്കണമെന്നുള്ളത് നമ്മളല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അത്രയും ക്ലീൻ ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഇത് റെഡി ആവുകയും ചെയ്യും. പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഗാർലിക്കും കൂടെ ചേർക്കാനുണ്ട്. പിന്നെ മാക്സിമം ഹെൽത്തി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ് ചേർക്കാം, സ്പിനച്ച്, ക്യാപ്സിക്കം, ഇതെല്ലാം ചേർക്കാം. ഇന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പൊതുവേ ഈ ഒരു പിസ്സ സോസ് വീട്ടിലുണ്ടാക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ അണിയൻസ് ഉണ്ടല്ലോ. അണിയൻസ് നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സോസിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ട്രഡീഷണലി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. പക്ഷെ ഞാനിന്ന് ചേർക്കുന്നത് നമ്മുടെ നോർമൽ ഗരം മസാലയും ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പൈസി വേർഷനാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഇത് റൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. എനിക്ക് ബേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബേക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബ്രെഡ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാഡോയുടെ ഒരു എൻട്രി. കുറേ നാളായിട്ട് സാഡോ അത്യാവശ്യം പുറത്തൊക്കെ നല്ല പോപ്പുലറാണ്. ഞാൻ ഇപ്രാവശ്യം വെക്കേഷന് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നാട്ടിലും നല്ല പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായിരിക്കുമല്ലോ ഒരുവിധം കുറേ ബേക്കറീസിലൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അതൊക്കെ എത്രത്തോളം ശരിക്കുള്ള ഒറിജിനൽ സാഡോ ആണ് അതെനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഞാൻ വീട്ടിൽ എന്തായാലും ഒരു സാഡോ ട്രൈ ചെയ്യാം. അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു രീതിയിലും ഒരു
ഇതൊരു സ്പോൺസേർഡ് കണ്ടൻറ്റ് അല്ല കേട്ടോ. ഇത് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇതാണ് സ്റ്റാർഡോ സ്റ്റാർട്ടർ കിറ്റ്. ഇതൊരു മേസൺ ജാറാണ്, ഒരു ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഇതിലിങ്ങനെ പല ലെവൽസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുമുണ്ട്. ഇതിനോട് ഒരു ലിഡും വരുന്നുണ്ട്, പിന്നെ ഒരു ക്ലോത്ത് ലിഡും വരുന്നുണ്ട്. ഇത് ക്ലോത്ത് ലിഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വെക്കാൻ പാടില്ല, അപ്പോൾ ഒന്ന് ലൂസായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലോത്ത് വരുന്നത്. പിന്നെ ഇതൊരു റബ്ബർ ബാൻഡാണ്, അത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യണതിൻ്റെ ലെവൽ മനസ്സിലാക്കാനാണ്. പിന്നെ ഇതെന്തോ ഒരു ടെമ്പറേച്ചറിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ യൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം അതെന്തായാലും യൂസ് ചെയ്യുന്നത്. ഈ റബ്ബർ ബാൻഡിൻ്റെ കാര്യമൊക്കെ ഞാൻ എങ്ങനെയാണ് സാഡോ ചെയ്യുന്നത്, സ്റ്റാർട്ടർ ചെയ്യുന്നത്, അത് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് അതിൻ്റെ കൂടെ വന്ന ഒരു സ്പാച്ചുലയാണ്. കുറച്ച് നാളായിട്ട് പരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ തുടങ്ങുന്നത്. അതാണ് സാർഡോ സ്റ്റാർട്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റാർട്ടർ കിറ്റ് ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്. നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സംഭവം വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറോ മേസൺ ജാറോ ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ സാർഡോ ബ്രെഡ് ഭയങ്കര പോപ്പുലറാണ്. അതിന് പല റീസൺസും ഉണ്ട്. അതിന് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതെല്ലാം ലോങ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളതാണ്. നോർമൽ ബ്രെഡിൽ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ച് ക്വിക്ക് റൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലർക്കും ഡൈജഷൻ ഇഷ്യൂസ് ഉള്ളവർക്കും ഗട്ട് ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും അത്ര ഈസിലി ഡൈജസ്റ്റബിൾ അല്ല. പക്ഷേ ഇതിൽ നമ്മൾ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഡൈജഷൻ നടക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ സാർഡോ ബ്രെഡ് എന്ന് പറയുന്നത്. പിന്നെ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർഡോ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഹോൾ വീറ്റ് ബ്രെഡാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം. കാരണം സാർഡോ ബ്രെഡ് സാധാരണ വൈറ്റ് ബ്രെഡിനേക്കാൾ താരതമ്യേന ലോവർ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതായിരിക്കും. അതിന് പ്രധാന കാരണം അതിൻ്റെ ഈ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് തന്നെയാണ്. ഈ ഒരു ജാറ് വളരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 100 ഗ്രാം ഹോൾ വീറ്റ് ഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 100 ഗ്രാം വെള്ളവും കൂടെ ചേർക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റാർട്ടർ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഹോൾ വീറ്റ് ഫ്ലവർ ആട്ട തന്നെ ചേർക്കണം. അപ്പം ഈ ഒരു കണക്ക് ചേർത്തിട്ട് നമ്മുടെ ആ ഒരു റബ്ബർ സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ആ നനവ് വരണം. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഇതൊരു 7 to 8 ഡേയ്സ് എടുക്കും ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്റ്റാർട്ടർ റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒട്ടും തന്നെ ഉണങ്ങിയ ഭാഗം വരരുത്, എല്ലായിടത്തും ആ ഒരു നനവ് എത്തണം. അപ്പോൾ ഡേ 1 ആയതുകൊണ്ട് ഇത് കുറച്ച് തിക്കായിരിക്കും കേട്ടോ. പക്ഷേ ഡേ 2, 3, 4 അങ്ങനെ ഓരോ ദിവസം പോകും തോറും ഇത് സോഫ്റ്ററായി വരും. അപ്പോൾ ഇതൊരു 7 ദിവസത്തെ പ്രോസസ്സാണ്. 7 തൊട്ട് 8 ദിവസം വരെ നമ്മുടെ ആ ഒരു കാലാവസ്ഥയും ആ ഒരു രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഡേ 2 തൊട്ടുള്ള പ്രോസസ്സ് ഞാൻ എന്തായാലും വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കും. അങ്ങനെ 7-8 ദിവസം കഴിയുമ്പോൾ ഈ സ്റ്റാർട്ടർ റെഡിയായി കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു പോർഷൻ എടുത്ത് നമുക്ക് ഏത് തരം ബ്രെഡ് വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ബ്രെഡ് തന്നെയല്ല, നമുക്കിത് പലതരത്തിലുള്ള ഡിസേർട്ട്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഷുവറായിട്ടും കാണിക്കാം കേട്ടോ. ഡേ 1 എപ്പോഴും മൈദയല്ല ചേർക്കേണ്ടത്, എപ്പോഴും ഹോൾ വീറ്റ് തന്നെ ചേർക്കണം. ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കുന്ന ഫിൽറ്റർ വാട്ടർ വേണം ചേർക്കാൻ, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ യൂസ് മനസ്സിലായില്ലേ? നമ്മൾ ഏത് ലെവലിലാണോ ഈ ഒരു ഡോ ഇരിക്കുന്നത് ആ ലെവലിലോട്ട് വേണം ഇത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ പൊന്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഈ ഇലാസ്റ്റിക് ബാൻഡ് ആ ലെവലിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് ഡേ 2 തൊട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, അപ്പോൾ മനസ്സിലാകും. പിന്നെ ഇതാ ഇതിൻ്റെ കവറുണ്ട്, ഈ ക്ലോത്ത് കവറാണ് ഇതിൻ്റെ മുകളിലിട്ട് വെക്കുന്നത്. കാരണം കുറച്ച് എയർ ഫ്ലോ ചെയ്യണം, എങ്കിൽ മാത്രമാണ് ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഈ ഒരു ലിഡ് ഞാൻ പതുക്കെ ഒന്ന് മുകളിൽ വെക്കുന്നുണ്ട്. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാറില്ല. പക്ഷേ എന്നും പറഞ്ഞു ഒരു ഫുൾ ഡേ ഒന്നും ചെയ്യാണ്ടിരിക്കാറുമില്ല കേട്ടോ. അപ്പം എനിക്ക് എന്നെ തന്നെ സഹായിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഒരു നല്ല കപ്പ് കോഫി കുടിക്കുക. അതെനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമിങ് വീഡിയോ. ഒരുപാട് ഹോം മേക്കിംഗ് കണ്ടൻറ്റ് ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ അല്ലേ, അപ്പോൾ അതൊക്കെ ഇട്ട് കേട്ടുകൊണ്ടിരിക്കുക.
അങ്ങനെയൊക്കെ തന്നെ, ഇതുപോലെയൊക്കെ തന്നെയാണ് പലപ്പോഴും ഇതുപോലുള്ള ദിവസങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീട് എല്ലാ ദിവസവും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നോ അങ്ങനെയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രയൊക്കെ മതി. കാരണം ഒരു വീട് നല്ല ഭംഗിയാക്കുന്നത് പെർഫെക്ഷൻ എന്ന് മാത്രമല്ല, അതിനുള്ളിൽ താമസിക്കുന്നവരുടെ ആ സ്നേഹവും പരിചരണവും ഒക്കെ അതൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ എൻ്റെ സാർഡോ സ്റ്റാർട്ടർ ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇതെങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാം. എങ്ങനെയാണ് ഈസ്റ്റിന് പകരം ഈ ഒരു സ്റ്റാർട്ടർ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ ബേക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. So please don't forget to like, comment and subscribe my channel. Thank you.